ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ചെങ്കടലിന് മുകളിലൂടെ പറന്ന തങ്ങളുടെ വിമാനങ്ങൾക്ക് നേരെ ചൈന ലേസർ രശ്മികൾ ഉപയോഗിച്ചതായി ജർമ്മനിയുടെ ആരോപണം അന്താരാഷ്ട്ര തലത്തിൽ വളരെ വലിയ ചർച്ചയായിരിക്കുകയാണ്. ജൂലൈ 2-നാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. യമൻ തീരത്തിന് സമീപമായി പ്രവർത്തിക്കുന്ന ഒരു ചൈനീസ് ഫ്രിഗേറ്റുമായി ബന്ധപ്പെട്ടാണ് സംഭവമെന്നാണ് ജർമ്മനി ആരോപിക്കുന്നത്. ലേസർ രശ്മികൾ ഒരു വിമാനത്തെ എങ്ങനെയാണ് ലക്ഷ്യം വെക്കുന്നതെന്നും അത് എങ്ങനെയാണ് പ്രശ്നമുണ്ടാക്കുന്നത് എന്നും നമ്മൾ അറിയേണ്ടതുണ്ട്. സാധാരണഗതിയിൽ സൈനിക ആവശ്യങ്ങൾക്കാണ് ലേസർ പോയിന്റുകൾ ഉപയോഗിക്കുന്നത്. ഇവയിൽ മനുഷ്യരുടെ കണ്ണുകൾക്ക് നേരിട്ട് കാണാൻ കഴിയാത്ത ഇൻഫ്രാറെഡ് ലേസറുകൾ വളരെ വലിയ അപകടകാരികളാണ്. ഒരു പ്രത്യേക കോഡുള്ള ഈ ലേസർ രശ്മികൾ മിസൈലുകളോ അതുപോലെ പൊട്ടിത്തെറിക്കുന്ന എന്തെങ്കിലും വരാൻ സാധ്യതയുള്ള ലക്ഷ്യത്തിലേക്ക് അയക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അത് അന്തരീക്ഷത്തിലെ ട്രാഫിക്കിൽ എന്തെങ്കിലും വസ്തു കടന്നിട്ടുണ്ടെങ്കിൽ അവയുടെ സെൻസറുമായി കൂട്ടിമുട്ടുകയും ആ വസ്തുവിൻ്റെ സിഗ്നലിനെ പിന്തുടരുകയും ചെയ്യും. തന്നെയുമല്ല, ഈ ലേസർ രശ്മികൾക്ക് ശത്രുക്കൾ അയക്കുന്ന ഉപകരണത്തിൻ്റെ ദൂരം കൃത്യമായി അളക്കാനും ചലിക്കുന്ന ഉപകരണങ്ങളെ പോലും ട്രാക്ക് ചെയ്യാനും കഴിയും. അതിലൂടെ ലേസർ ഗൈഡഡ് ബോംബുകൾ, മിസൈലുകൾ അല്ലെങ്കിൽ ഷെല്ലുകൾ ഈ ലക്ഷ്യത്തിലേക്ക് അയച്ച് ശത്രുവിൻ്റെ നീക്കത്തെ തകർക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇത് വളരെ കൃത്യതയോടെയുള്ള ആക്രമണങ്ങൾക്ക് വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത്. താഡ്, അയൺഡോൺ പോലുള്ള ചില മിസൈൽ പ്രതിരോധങ്ങളിലും ഈ സംവിധാനങ്ങളാണ് ഉപയോഗിച്ചു വരുന്നത്. ഈ വരുന്ന മിസൈലുകളിലുള്ള ലേസറുകളെ ഇവിടെ നിന്ന് അയക്കുന്ന ലേസർ പിന്തുടരുകയും അതിൻ്റെ സ്ഥാനം കൃത്യമായി നിർണയിച്ചുകൊണ്ട് അവിടേക്ക് മിസൈലുകൾ അയച്ച് തകർക്കുകയുമാണ് സാധാരണ ഇസ്രായേലിലൊക്കെ നമ്മൾ കണ്ടുവരുന്നത്. പിന്നെയുള്ള മറ്റൊന്ന് ഹൈ എനർജി ഇല്ലാത്ത ലേസറുകളാണ്. ഇതാണ് ജർമ്മൻ വിമാനത്തിന് നേരെ ചൈന ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് ജർമ്മനിയുടെ ആരോപണം. ഇത് താഴെ നിന്ന് വളരെ ചെറുതായിട്ട് തോന്നുമെങ്കിലും ഈ രശ്മികൾ വിമാനത്തിൻ്റെ കോക്പിറ്റിൽ എത്തുമ്പോൾ അതിൻ്റെ വിൻഡോകളിൽ തട്ടി വളരെ വലുതും തെളിച്ചമുള്ളതുമായ ഒരു പ്രകാശമായി മാറുകയാണ് ചെയ്യുന്നത്. ഇത് പൈലറ്റുമാരുടെ കാഴ്ചയെ തടസ്സപ്പെടുത്തും. അവരുടെ കണ്ണ് മഞ്ഞളിച്ചു പോകും എന്നാണ് അർത്ഥം. അങ്ങനെ സംഭവിക്കുന്നതിലൂടെ വിമാനം നിയന്ത്രിക്കുന്നതിൽ, പ്രത്യേകിച്ച് ടേക്ക് ഓഫ് അതല്ലെങ്കിൽ ലാൻഡിങ് പോലുള്ള നിർണായക ഘട്ടങ്ങൾ വളരെ വലിയ അപകടമാണ് ഉണ്ടാക്കുക. പൈലറ്റിന് വഴി കാണാൻ കഴിയില്ല. തന്നെയുമല്ല, ഇതേ ഗണത്തിൽപ്പെട്ട കുറച്ചുകൂടി ഉയർന്ന പവറുള്ള ലേസറുകൾക്ക് വിമാനത്തിൻ്റെ സെൻസറുകൾക്കോ അതല്ലെങ്കിൽ ക്യാമറകൾക്കോ മറ്റോ ഓപ്റ്റിക്കൽ ഉപകരണങ്ങൾക്കോ കേടുപാടുകൾ വരുത്താനും അതിലൂടെ വിമാനത്തെ ട്രാക്കിൽ നിന്നും മാറ്റി വിമാനം തകർന്നു വീഴാൻ പോലും വളരെയധികം സാധ്യതയാണുള്ളത്. ഇങ്ങനെ സംഭവിച്ചതാണ് ജർമ്മനി വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭാഗ്യത്തിന് രശ്മികൾക്ക് വലിയ കാര്യമായ പവറൊന്നും ഇല്ലാഞ്ഞതുകൊണ്ടാണ് അവരുടെ വിമാനം താഴെ വീഴാഞ്ഞത്. ഇത്തരം പ്രവർത്തികൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധവും നയതന്ത്രപരമായി വലിയ പ്രശ്നമുണ്ടാക്കുന്നതുമാണ്. ചെങ്കടൽ വഴി പോകുന്ന വ്യാപാര കപ്പലുകളെ ഹൂത്തികൾ ആക്രമിക്കുന്നത് തടയാൻ ആസ്പെയ്ഡ് EU നേവൽ മിഷന്റെ ഭാഗമായാണ് ജർമ്മൻ വിമാനം ഈ ചെങ്കടലിന് മുകളിൽ സ്ഥിരമായി സാന്നിധ്യമുള്ളത്. അമേരിക്ക വരെ ഹൂത്തികളെ പേടിച്ചോടിയ ഈ ചെങ്കടലിലാണ് യൂറോപ്യൻ വന്ന് ഹൂത്തികളെ തടയാൻ ശ്രമിക്കുന്നത് എന്ന വലിയൊരു തമാശയാണത്. ഇവരിത്രയും വലിയ നിരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടും അവരുടെ കൺമുന്നിലിട്ടാണ് കഴിഞ്ഞ ദിവസം 2 കപ്പലുകൾ ഹൂത്തികൾ മുക്കിയത്. എന്നിട്ട് ഒമാർ നിരീക്ഷണം എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ മുകളിൽ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഈ ചൈനീസ് ലേസർ അടിച്ച് വിമാനത്തിൻ്റെ ദിശ തെറ്റിച്ച് ഭയപ്പെടുത്തിയതോടെ പെട്ടെന്ന് തന്നെ ജർമ്മനി അവരുടെ ഈ ദൗത്യം നിർത്തിവെക്കുകയും വിമാനം ജിബൂട്ടിയിലുള്ള അവരുടെ താവളത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. നിലവിൽ വിമാനത്തിനോ വിമാന ജോലിക്കാർക്കോ ഒന്നും പരിക്കുകളോ മറ്റു നാശനഷ്ടങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. ഇക്കഴിഞ്ഞ മാസങ്ങളിൽ ചെങ്കടലിൽ നിലയുറപ്പിച്ചിരുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ റഡാർ സംവിധാനങ്ങളെയും വില കൂടിയ അമേരിക്കൻ ഡ്രോണുകളെയും ഹൂത്തികൾ കൃത്യമായി ട്രാക്ക് ചെയ്തതും യുദ്ധക്കപ്പലുകളെ പലതവണ ആക്രമിച്ച് കേടുപാടുകൾ വരുത്തിയതും ചൈനയുടെ ഈ ലേസർ സംവിധാനത്തിൻ്റെ സഹായത്തോടെയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഇക്കാര്യം ചർച്ചയായത് ചൈന ഈ ആയുധം ചെങ്കടലിൽ പ്രയോഗിച്ചതാണ്. ഹൂത്തികളെ ചൈന സഹായിക്കുന്നു എന്ന ആരോപണം പണ്ടേ ഉള്ളതാണ്. ഈ സംഭവത്തോടെ അത് കൂടുതൽ ബലപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ചൈന ഈ ആരോപണം നിഷേധിച്ചിട്ടുമുണ്ട്. അവർക്കത് സമ്മതിക്കാൻ കഴിയില്ലല്ലോ. ചൈനീസ് റഡാറുകളും മറ്റ് ആയുധങ്ങളും ലോകത്ത് ഇപ്പോൾ വളരെയധികം ചർച്ചയായിരിക്കുകയാണ്. അവരുടെ ആയുധങ്ങളുടെ കൃത്യതയാണ് മുഖ്യ വിഷയം. ഒരുപക്ഷെ അമേരിക്കയുടെ അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ ഒക്കെ വിമാനങ്ങളെയും അവരുടെ ആയുധങ്ങളെയും ഒക്കെ മറികടക്കുന്നതാണ് ചൈനയുടെ ആയുധങ്ങളെന്നും അവരുടെ വിമാനങ്ങളുമൊക്കെ പൊതുവെ ഇപ്പോൾ പറയപ്പെടുന്നുണ്ട്. അത് പലതവണ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിലുണ്ടായിരുന്ന ഫ്രാൻസിന്റെ റാഫേൽ വിമാനം പാകിസ്ഥാൻ വീഴ്ത്തിയത് ഈ ചൈനയുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണെന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ചൈന ചെങ്കടലിൽ ഹൂത്തികളുടെ പിന്നിലും അവരെ സഹായിക്കുന്നുണ്ട് എന്നാണ് എല്ലാവരും സംശയിക്കുന്നത്.
ഈ ചൈനയ്ക്ക് ചെങ്കടലിൽ പ്രത്യേക താല്പര്യമുള്ളത് കൊണ്ടാണ് ഹൂത്തികളെ അവർ സഹായിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ കാരണം ചെങ്കടൽ ലോകത്തിൽ ഏറ്റവും തിരക്കുള്ള ഒരു കപ്പൽ ചരക്കുപാതയാണ്. ചൈനയിലേക്ക് എത്തുന്ന സാധനങ്ങളുടെ ഏതാണ്ട് 60% ചെങ്കടൽ വഴിയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. തന്നെയുമല്ല, അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ സ്ഥിരമായി സൈനിക അഭ്യാസങ്ങൾ കാണിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ ചെങ്കടൽ. അതുകൊണ്ട് ഇവിടെ പാശ്ചാത്യ സാന്നിധ്യം കുറയ്ക്കേണ്ടത് ചൈനയുടെ ഒരു ആവശ്യമാണ്. അതുകൊണ്ടാണ് അവർ ഹൂത്തികളെ ഇത്ര കാര്യമായി തന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളോർക്ക് എന്തിനാണ് ഈ ചൈനയ്ക്ക് ഈ ഹൂത്തികളെ സഹായിക്കേണ്ട ആവശ്യം? അമ്മാരെ ലോകത്താരെ അങ്ങനെ സഹായിക്കാറൊന്നുമില്ല. പക്ഷേ ഈ ഹൂത്തികളുടെ ഇറാൻ്റെ ഒക്കെ പിന്നിൽ നിൽക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് സ്വാഭാവികമായി ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഇതിനൊക്കെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ ചൈനയുടെ ആഗോള ബിസിനസിന്റെ ഭാഗമായ മാരിടൈം സിൽക്ക് റോഡ് എന്നാണ് ഇവർ ഈ ചെങ്കടലിനെ വിശേഷിപ്പിക്കുന്നത് തന്നെ. ഈ മാർഗത്തിൽ തടസ്സമുണ്ടാവാതിരിക്കാൻ ഹൂത്തികൾ ഇറാൻ, സൗദി തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് ചൈന കൂടുതൽ സൗഹൃദങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടാതെ ശ്രീലങ്ക, പാകിസ്ഥാൻ, ജിബൂട്ടി തുടങ്ങിയ രാജ്യങ്ങളിലും കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ട് ചൈന പോർട്ടുകൾ നിർമ്മിക്കുകയും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കൂടുതൽ സ്വാധീനമുണ്ടാക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു സൈനിക, വാണിജ്യ, ജിയോ പൊളിറ്റിക്കൽ തന്ത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചൈനയുടെ ആഗോള സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരിപ്പോൾ. അമേരിക്കയും യൂറോപ്പിനെയും ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും പൂർണ്ണമായും പുറന്തള്ളുക എന്നൊരു തീരുമാനം ചൈന, റഷ്യ, ഇന്ത്യ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ നീക്കങ്ങളിലൂടെ നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഇന്ത്യ പോലും ഇപ്പോൾ അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളെയൊക്കെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടുണ്ട്. അത് അവരുടെ കയ്യിലിരിപ്പുണ്ട് തന്നെയാണ് കേട്ടോ, അല്ല നമ്മുടെ കുഴപ്പമല്ല എന്ന് ഓർക്കണം. അവർ നമ്മുടെ ഇന്ത്യൻ കാര്യങ്ങളിലും മറ്റ് വിഷയങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഇടപെടാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഈ അമേരിക്കയൊക്കെ തള്ളിപ്പറയാൻ തുടങ്ങിയത്. അതിനുവേണ്ടി അവർ ഒരു പുതിയ കൂട്ടായ്മ, ബ്രിക്സ് കൂട്ടായ്മയിലൊക്കെ ഇന്ത്യ വളരെയധികം സജീവമായി പങ്കെടുക്കുകയും അമേരിക്കൻ ഡോളറിൻ്റെ സ്വാധീനം കുറയ്ക്കാനൊക്കെ ഉള്ള ശ്രമം ഇപ്പം പൊതുവെ നടക്കുന്നുണ്ടെന്ന് ഓർക്കണം. എന്തായാലും അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ചെങ്കടലും നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇത്തരം ലേസർ സംവിധാനങ്ങളൊന്നും ഈ ചൈന ഹൂത്തികൾക്ക് കൈമാറിയിട്ടില്ല എന്നാണ് വിവരമുള്ളത്. അങ്ങനെ സംഭവിക്കാത്തത് അതിനായി ചില സാങ്കേതിക തടസ്സങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ജർമ്മൻ വിമാനത്തിന് നേരെ പ്രയോഗിച്ച ലേസർ സംവിധാനം വളരെ കുറഞ്ഞ തോതിലുള്ളതാണ്. ഇത് വെച്ച് പൈലറ്റിന്റെ കാഴ്ച തടസ്സപ്പെടുത്താൻ മാത്രമേ കഴിയുള്ളൂ, വിമാനത്തെ തകർക്കാനൊന്നും കഴിയില്ല. എന്നാൽ ഇസ്രായേൽ ഹൂത്തികൾക്ക് മേൽ പ്രയോഗിക്കുന്ന F-35, F-16, F-15 പോലുള്ള വിമാനങ്ങളെ ട്രാക്ക് ചെയ്യണമെങ്കിൽ ഈ പവർ കൂടിയ ഇൻഫ്രാറെഡ് ലേസറുകൾ വേണ്ടിവരും. അതൊക്കെ ഫിറ്റ് ചെയ്യണമെങ്കിൽ അവനിൽ കൂടുതൽ സാങ്കേതിക സൗകര്യങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട്. അതിപ്പോൾ യമൻ്റെ അവസ്ഥയിൽ കഴിയില്ല എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ ഇറാനോ ചൈനയൊക്കെ ഇടപെട്ട് നിർമ്മിച്ചു കൊടുക്കേണ്ടി വരും. എന്നാൽ സ്ഥിരമായിട്ട് ഇസ്രായേൽ യമനിൽ ബോംബ് ഇട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതൊന്നും ചെയ്യാൻ കഴിയില്ല പെട്ടെന്നൊന്നും. അതുകൊണ്ടാണ് എല്ലാവരും മാറി നിൽക്കുന്നത്. എന്നാൽ ഗാസ യുദ്ധം അവസാനിക്കാതെ നീളുകയും ഹൂത്തികൾക്ക് മേൽ ഇസ്രായേൽ ആക്രമണം വർദ്ധിപ്പിക്കുകയും ചെയ്താൽ ഹൂത്തികൾ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ വീഴ്ത്താനുള്ള തയ്യാറെടുപ്പുകളാവും പിന്നെ നടത്തുക. അത്തരം ടെസ്റ്റുകളുടെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഈ ജർമ്മൻ വിമാനത്തിന് നേരെ ലേസർ പ്രയോഗിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വരും കാലങ്ങളിൽ ഹൂത്തികൾ ഈ ഒരു സംവിധാനം കൂടി കൈവശപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ തുരുതുര ഇസ്രായേൽ വിമാനങ്ങൾ ചെങ്കടലിലും യമനിലും ഒക്കെ വീഴുന്നത് നമുക്ക് കാണാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.